നവോഷൻ അവതരിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭ പാർലമെൻ്ററി പാർട്ടി ലീഡറുമായ ശ്രീ P സുബൈറാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നഗരസഭയോട് ബന്ധപ്പെട്ട് നഗരസഭ ഭരണസമിതി അതുപോലെ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മുടെ രാജാസ് സ്കൂൾ സ്റ്റേഡിയം, അതുപോലെ കാവതിയോളത്തെ പൊതുകുളം, ഇങ്ങനെ കുറേ വിഷയങ്ങൾ. ഇന്നൊരു സുപ്രഭാതത്തിൽ DYFIയുടെ മാർച്ച് കൊട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് നടന്നു. അത് തീർച്ചയായിട്ടും പെട്ടെന്ന് ഉണ്ടായൊരു സംഭവം എന്ന രൂപത്തിലാണ് എല്ലാവരും കാണുന്നത്. ഈ ഒരു വിഷയങ്ങൾ എന്തെല്ലാം ആവശ്യം മുൻനിർത്തിയായിരുന്നു ഇന്ന് നടന്ന മാർച്ച്? DYFI മാർച്ച് നടത്തിയത് ഒരു വിവിധ വിഷയങ്ങൾ വെച്ചിട്ട് നടത്തിയിട്ടുള്ളതാണ്. രാജാസുമായി ബന്ധപ്പെട്ട ഒരു നേരത്തെ സംരക്ഷണ വലയം എന്നുള്ള രീതിയിൽ ആലോചിച്ചിരുന്നു. ഞങ്ങളുടെ സഖാവ് വേലായുധൻകുട്ടിയുടെ മരിച്ചതിൻ്റെ ഭാഗമായി ആ പരിപാടിയുടെ മാറ്റിവെക്കുകയും അതന്ന് അവർ തീരുമാനിച്ച് നഗരസഭയിലേക്ക് രാജാസ് മാത്രമല്ല, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റാണ് അവർ ഏറ്റവും പ്രധാന മുദ്രാവാക്യമായി ഉയർത്തിയത്. സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം കോട്ടയ്ക്കലെ 32 വാർഡിനകത്തും നിലനിൽക്കുന്നില്ല, പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം അവർ ഏറ്റെടുത്തു. അതിൻ്റെ കൂടെ വിവിധ വിഷയങ്ങൾ, ഇപ്പോൾ മാർക്കറ്റിലെ ഭൂമി പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ലൈവായി നിൽക്കുന്നത് രാജാസിലെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് എസ്റ്റിമേറ്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ വിഷയങ്ങളുണ്ട്. പിന്നെ പൊതുകുളം എന്നുള്ള രീതിയിൽ, കുടിവെള്ള സ്രോതസ്സ് എന്നുള്ള രീതിയിൽ MLA തന്നെ പറഞ്ഞിട്ടുള്ള കുളം ആരൊക്കെയോ വന്ന് ചാടി കുളിച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനൊരു തീരുമാനം വേണം. പോകുന്നത് ഇപ്പോഴത്തെ ഒരു വർഷക്കാലത്ത് നടക്കുന്ന ആ ഒരു സംഗതിയായിട്ട് ഒതുക്കിയാൽ പോലെയാണ്. കുളിച്ചു പോയി നാളെ സുപ്രഭാതത്തിന് ചില പദ്ധതിയായിട്ട് ഉപയോഗിച്ചു. അല്ല, അത് ഇപ്പോൾ കുളിച്ചോട്ടെ പിന്നെ കുടിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളിതൊരു കുടിവെള്ള സ്രോതസ്സായി കണ്ടതാണല്ലോ, അപ്പോൾ അതിൻ്റെ രീതിയിലേക്ക് കാണണ്ടേ, അതിൻ്റെ ഒരു വൃത്തിയും കാര്യമൊക്കെ നമ്മൾ അതിനകത്ത് കാണണമല്ലോ. കുളം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും ചാടി കുളിക്കില്ലേ? അല്ല, അത് ചാടാനുള്ള സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നമുക്ക് തോട്ടിൽ ചെറുതാങ്ങിയാൽ കുറ്റിപ്പുറത്ത് കാവിൻ്റെ മുന്നിൽ തന്നെ ഇഷ്ടമായൊരു സൗകര്യമുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താ, കോട്ടയിൽ കഴിഞ്ഞ തവണ അടിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ കണക്ക് ഓരോ വാർഡിലും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗത്തും ഈ വലിയ പ്രയാസം ശുദ്ധജലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് MLAയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി കുടിവെള്ളം എടുക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്. ആ പാടത്ത് പിന്നെ കുളം കുഴിച്ച് ജലം ശേഖരിച്ച് അതിൽ നിന്ന് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ തവണ ടെൻഡർ എടുത്ത ആളുകൾ തന്നെ പിന്നീടത് ഈ സമയം കഴിഞ്ഞ് നീട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരികയും ഒരു 4-5 ദിവസം അത് നിർത്തിവെക്കേണ്ട സ്ഥിതി വന്നു. അപ്പോൾ നമുക്കും കൂടെ എടുക്കാൻ പറ്റുന്നൊരു സ്രോതസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇനിയിപ്പോൾ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിലും അതിൻ്റെ പരിസരത്ത് വരുന്ന 4-5 വാർഡുകളിലേക്ക് ചെയ്യാൻ പറ്റുന്ന കുടിവെള്ള പദ്ധതിക്കാണ് ആ കുളം ഉദ്ദേശിച്ചതെങ്കിൽ പോലും ഈ മഴ ഭാഗികമായിട്ടാണെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ചാടി കുളിക്കുന്നത് സ്വാഭാവികമല്ലേ? അങ്ങനെ അതൊരു പിന്നെ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കണം. അതാണ് നേരത്തെ കഴിഞ്ഞ കൗൺസിലിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ അതെ, കുടിവെള്ളത്തിന് ആവശ്യമായ ഒരു സംവിധാനത്തിനകത്ത് നമ്മൾ മറ്റു രീതിയിലേക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായും അതിൻ്റെ വിധി പോകും. നഗരസഭ കഴിഞ്ഞ കൗൺസിലിനകത്ത് അതിനകത്ത് ബോർഡ് വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വച്ചിട്ടുള്ള ബോർഡ് ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ മാധ്യമ സുഹൃത്തുക്കൾ പോയി നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് 1 കോടി രൂപയാണ് അതിനകത്ത് വച്ചിട്ടുള്ളത്. 74 ലക്ഷം ചിലവായി എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി പൈസയുണ്ട്. ആ പൈസ MLA ആരെയാണോ കാണേണ്ടത് കണ്ട് അതിനൊരു പിന്നെ ചുറ്റുവേലിയോ അല്ലെങ്കിൽ നെറ്റോ എന്താണോ സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്നത്, കുടിവെള്ളമാക്കി നിർത്താൻ കഴിയുന്നത്, ആ രീതിയിലേക്ക് അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ മതി. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും കുളിച്ചോട്ടെ പിന്നെ നമുക്ക് കുടിക്കണതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറയുന്നത് ശരിയല്ല. അത് ശുദ്ധജലമാക്കി തന്നെ നിലനിർത്താനുള്ള സംവിധാനം നമ്മളിപ്പോൾ തന്നെ ആലോചിച്ചെങ്കിൽ ആ രീതിയിലേക്ക് ആളുകൾ അതിലേക്ക് വരുള്ളൂ. ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലം, വരുന്നവന് ഇത് മുനിസിപ്പാലിറ്റിയുടെ ആണെന്ന് അറിയില്ല, ഇത് എന്തിനുണ്ടാക്കിയതാണെന്ന് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആ വെള്ളം കണ്ടാൽ ചാടാൻ തോന്നുന്ന രീതിയിലേക്ക് മഴക്കാലല്ലേ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കുട്ടിവെള്ള സ്രോതസ്സിനായി നമ്മൾ കണ്ട ഒരു സാധനം ആദ്യം തുടക്കം മുതൽ തന്നെ അത് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. പുറത്തേക്ക് കൊണ്ടാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതിനകത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു നയം ചെയർമാനൊക്കെ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ വാർഡ് കമ്മിറ്റിക്ക് അതിനകത്ത് വെള്ളം എടുക്കുന്നതിൽ എതിർപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എതിർപ്പുണ്ട്. അവർ പഞ്ചായത്ത് അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി രാജിവെച്ചിരുന്നു. അത് അവിടേക്ക് തിരിച്ചു കൊടുക്കില്ല എന്നൊരു ഉറപ്പ് നഗരസഭാ ചെയർമാൻ കൊടുത്തതിൻ്റെ പുറത്താണ് അവർ അതിനോട് സംബന്ധിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഈ ഒരു പൊളിറ്റിക്കൽ തീരുമാനം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റുന്ന ചില MLA ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് MLAയുടെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി ശുദ്ധജല കുടിവെള്ള വിതരണത്തിന് ആവശ്യമായ രീതിയിലേക്കൊരു നിർമ്മിച്ച് കഴിഞ്ഞ സാധനത്തെ ലീഗിൻ്റെ വാർഡ് കമ്മിറ്റി പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയില്ല. ഇപ്പോൾ ഈ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന വാർഡ് കമ്മിറ്റികൾ അപ്പുറത്തുണ്ടല്ലോ. ലീഗിൻ്റെ തന്നെ വാർഡ് കമ്മിറ്റികളിലും ഈ കോട്ടക്കലെ 32 വാർഡിൽ എല്ലായിടത്തും ലീഗിൻ്റെ കമ്മിറ്റികളുണ്ടല്ലോ. അവിടെയൊക്കെ ജലക്ഷാമമുണ്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഇനിയിപ്പോൾ ഒന്നിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ ഈ പറയുന്ന വാർഡ് കമ്മിറ്റികൾക്ക് എടുക്കണമെങ്കിൽ ഇത് ശുദ്ധജലമായി നിൽക്കണ്ടേ? അതാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതിൽ അതുപോലെ തന്നെ ആ വിഷയത്തിൽ തന്നെ പിന്നെ ഇത്രയും കാലം അവിടെ ഒരു കഴിഞ്ഞ വേനൽക്കാലത്താണ് അത് തുടങ്ങിയത്. അത് പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയായി. പക്ഷെ അതിന് എടുത്ത മണ്ണ്, ആ കുളം നിർമ്മാണത്തിന് ഭാഗമായിട്ടുള്ള മണ്ണ് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളത് ആർക്കും അറിയില്ല. അത് പറഞ്ഞു കേൾക്കുന്നത് ഒരു പിന്നെ ഫറോക്കിലെ ഒരു ഇഷ്ടിക നിർമ്മാണ യൂണിറ്റിലേക്ക് കൊടുത്തു എന്നൊക്കെ രൂപത്തിലൊക്കെ കേൾക്കുന്നു. അതിന് വൻ അഴിമതി നടക്കുന്നു എന്നുള്ളത് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും അതിനൊരു പ്രതികരിച്ച സംഭവങ്ങളാണ്. പക്ഷെ അതിലൊക്കെ കൃത്യമായിട്ട് DYFI അല്ലെങ്കിൽ CPIM എന്തുകൊണ്ടാണ് അതിൻ്റെയൊക്കെ പിന്നാലെ പോവാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ധർണ എന്ന രൂപത്തിൽ മാത്രമായിട്ട് ഇതൊക്കെ കൊടുക്കുന്നത്? ആ ഒരു വിഷയത്തിനകത്ത് മാത്രമല്ല, എല്ലാ വിഷയത്തിനകത്തും CPIM-നും DYFI-ക്കും ഒക്കെ പ്രതിപക്ഷ കൗൺസിലർമാർ, LDF കൗൺസിലർമാരൊക്കെ കൃത്യമായ നിലപാട് കൗൺസിലിനകത്തും പുറത്തുമൊക്കെ പറയാറുണ്ട്. ആ രീതിയിലേക്ക് എഴുതി കൊടുക്കേണ്ടത് എഴുതി കൊടുക്കാറുണ്ട്. ഈ മണ്ണുമായി ബന്ധപ്പെട്ട് MLA-യോടും ചെയർമാനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നഗരസഭാ കൗൺസിൽ എഴുതി കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങൾ നഗരസഭാ കൗൺസിൽ എഴുതി കൊടുക്കുന്നതും ജനങ്ങൾ അറിയുന്നില്ല. പുറത്ത് ഇപ്പൊ ഇന്ന് നടത്തിയ പോലുള്ള ധർണകളാണ്. അതായത് സാഹചര്യത്തിനനുസരിച്ചുള്ള സമരരൂപങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വരും. മണ്ണുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടത് ഒന്നുകിൽ MLA-യോട് ചോദിക്കണം, അല്ലെങ്കിൽ ചെയർമാനോട് ചോദിക്കണം. അത് എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളത് പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. അത് ആ രീതിയിലേക്ക് വിടുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, സമീപകാലത്തായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് രാജാസ് സ്റ്റേഡിയം. ഈ രാജാസ് സ്റ്റേഡിയം എന്നുള്ളത് ഇന്നേ തുടങ്ങിയതല്ല. കാലങ്ങളായിട്ട് ഒരു 1.5 വർഷമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അതിൽ പല കമ്മിറ്റികൾ യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കായിക വിഭാഗം, സ്പോർട്സ് കൗൺസിൽ, അതുപോലെ തന്നെ യുവജന കായിക വിഭാഗത്തിൻ്റെ ആളുകൾ, ഈ ചീഫ് എഞ്ചിനീയർ പോകുന്ന സ്ഥലം സന്ദർശിച്ച് സമയങ്ങളിലൊക്കെ പ്രതിപക്ഷവും അതുപോലെ തന്നെ എല്ലാവരും ഈ ഉദ്ദേശിക്കുന്ന നഗരസഭാ പ്രതിപക്ഷവും അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടികളെല്ലാം, അതുപോലെ തന്നെ ഇതുപോലെ ഈ രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരും ഈ സമയത്ത് ബന്ധപ്പെട്ട കമ്മിറ്റികളിലും യോഗങ്ങളിലൊക്കെ പങ്കെടുത്താണ്. അന്ന് ആരും ഇതിനെ സംബന്ധിച്ച് ആശങ്കയോ ഒന്നും പങ്കുവച്ചതായിട്ട് കേട്ടിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇത് തുടക്കം മുതലേ പറയുന്നത് എന്താ, നിലവിലുള്ള ജലാശയം സംരക്ഷിച്ചു കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് തർക്കം വരേണ്ടതില്ലല്ലോ. പക്ഷേ ആ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം പ്രശ്നം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്രദേശത്തെ കൗൺസിലറായിട്ടുള്ള രാമേന്ദ്രേട്ടൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ആ പ്രദേശത്തെ കൗൺസിലർ എന്നുള്ള നിലക്ക് ആദ്യ സ്റ്റെപ്പിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചെയർമാനും ഭരണകക്ഷിയും ഒക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ, നിലവിലുള്ള സംവിധാനം എങ്ങനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ആലോചിച്ച് അങ്ങനെ മാത്രമേ ചെയ്യൂ. ഇപ്പോൾ അവസാനം നടന്നിട്ടുള്ള കൗൺസിലിനകത്തും ചെയർമാൻ അത് തന്നെ പറഞ്ഞത്. ഇപ്പം മാധ്യമങ്ങൾക്കകത്ത് കയറിയിട്ട് CPIM-ന്റെ ഒരു വിഭാഗം എതിർത്തു, അതല്ലെങ്കിൽ പിന്നെ മറ്റു രീതിയിലേക്ക് PTA എതിർത്തു എന്ന് പറയുന്നതിലർത്ഥമില്ല. ആദ്യം മുതലേ തീരുമാനിച്ചിട്ടുള്ളത് അവിടുത്തെ, ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. സ്റ്റേഡിയം വേണ്ട എന്ന് DYFI-യോ CPIM-ഓ LDF കൗൺസിലർമാരോ പറഞ്ഞിട്ടില്ല. ഞങ്ങളതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സിഡ്കോ എന്ന് പറയുന്നത് നോഡൽ ഏജൻസിയാണ്. സിഡ്കോയുമായി ഒപ്പുവെച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ടെൻഡർ ആവണമെങ്കിൽ MOI വെച്ചെങ്കിൽ മാത്രമേ ടെൻഡർ ആവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഒരു ജെന്റിൽമാൻ സംസാരത്തിൻ്റെ ഭാഗമായിട്ടോ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇതിനകത്ത് ഏറ്റവും അവസാനം ഈ വിഷയം ഇങ്ങനെ മാറിയത്, ഒന്ന് സിഡ്കോ എടുത്തുള്ള ടെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതിനകത്തില്ല എന്നുള്ള പുതിയ വിഷയം ഉയർന്നു വരികയാണ്. അത് ആ ടെൻഡർ ഓപ്പൺ ചെയ്ത പിറ്റേ ദിവസം തന്നെ
യാദർശികമായി കൗൺസിൽ നടക്കുന്നുണ്ട്. ആ കൗൺസിലിനകത്ത് CPM പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലക്ക് ഞാനാണത് ചോദിച്ചത്. അല്ല, സിഡ്കോ ചെയർമാൻ നിയാസ് പുളിക്കലത്തെ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനാണ്, അതുകൊണ്ട് ഇതിനകത്ത് പ്രശ്നമില്ല എന്ന നിലപാടൊന്നും ആർക്കുമില്ല. അങ്ങനെ കൊണ്ടുപോകേണ്ടതുമില്ല. സിഡ്കോ നഗരസഭ എന്താണോ കൊടുക്കുന്നത്, ഇപ്പോൾ നഗരസഭ ചെയർമാൻ പറഞ്ഞാൽ എന്താ, സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള പ്രൊജക്റ്റാണ് സിഡ്കോക്ക് കൊടുത്തത്. അത് പരിശോധിക്കാവുന്നതാണ് പത്രമാധ്യമങ്ങൾക്ക്. സിഡ്കോക്ക് നഗരസഭ ഏത് രീതിയിലാണ് കൊടുത്തത്, സ്പോർട്സ് കൗൺസിൽ ഇതിനകത്ത് വെള്ളം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണോ തന്നത്, സിഡ്കോ തന്നെ എഞ്ചിനീയറായിട്ടുള്ള അൻവർ എന്നാണ് അയാളുടെ പേര് ഞാൻ ഓർക്കണത്, അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ പത്രങ്ങൾ വളരെ കൃത്യമായി നോക്കിയാൽ അതിനകത്തൊന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിലവിലെ ജലം സംരക്ഷിച്ച് അതേപോലെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്ന രീതിയിലേക്ക് അല്ല പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഞങ്ങളെ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരെ പോലും കബളിപ്പിക്കപ്പെട്ട രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഏറ്റവും അവസാനമായി നിൽക്കുന്നത് ഈ ടെൻഡറിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതാരാ പറയേണ്ടത്? ഒരു ചെയർമാനെ അല്ലെങ്കിൽ ഭരണകക്ഷി ഒരു വിശ്വാസത്തിലെടുത്ത് ചെയ്യുമ്പോൾ അന്ന് പറഞ്ഞില്ല, അന്ന് അതുകൊണ്ടാണല്ലോ വിഷയം വരാത്തത്. ഇപ്പോഴും പറയുന്നത് എന്താ? ഇപ്പോഴും പറയുന്നത് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? അവസാനം പത്രങ്ങളോടാണെങ്കിൽ പിന്നീട് പറയുന്നത് എന്ത്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കും വേണ്ട എന്നുള്ള. അതൊരു ശരിയായ നിലപാടല്ല. പറഞ്ഞ സ്ഥലത്ത് ഉറച്ചു നിൽക്കാനുള്ള ബാധ്യത എല്ലാ ഭരണാധികാരിക്കും ഉണ്ട്. അത് ആ എമൗണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പോകാൻ കഴിയില്ല. എന്താണ് ചെയ്യേണ്ടത്? പ്രതിപക്ഷ കൗൺസിലർമാരുണ്ട്, നമ്മുടെ കോട്ടക്കലിനകത്തുള്ള കായിക പ്രേമികൾ അല്ലെങ്കിൽ ക്ലബ്ബുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത്തരം ആളുകളുമായൊക്കെ ചർച്ച നടത്താവുന്നതാണ്. എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടിക്കാരും കോട്ടക്കലിലുണ്ടല്ലോ, ക്ലബ്ബുകളുണ്ട്, സ്പോർട്സ് രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന എഞ്ചിനീയർമാർക്ക്, നേരത്തെ ചില എഞ്ചിനീയർമാർ ഇതുമായി ബന്ധപ്പെട്ട പ്ലാന് ഉണ്ടാക്കി കൊടുത്തത് തന്നെ മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടി ആലോചിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട എന്ന് പറയുന്ന നിലപാടിനോട് പ്രതിപക്ഷത്തിനെന്തായാലും യോജിപ്പില്ല. അതിനകത്ത് അത് മറച്ചു വെക്കാൻ വേണ്ടി CPM ഒരു വിഭാഗമാണ് ഇത് എതിർക്കുന്നത് എന്ന് പറയുന്നതും തെറ്റാണ്. ഈ അവസാന ടെൻഡറിൽ നേരത്തെ പറഞ്ഞ പോലെയല്ല എന്നുള്ളത് CPM ഉറപ്പാണ്. അതുറപ്പ്. അതിനകത്ത് അതിൻ്റെ വിദഗ്ധന്മാർ പറയുന്നത് ഈ ജലം എങ്ങനെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. അതിനകത്ത് ഇന്ന രീതിയിലേക്ക് സംരക്ഷിക്കപ്പെടും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് വേണമെങ്കിൽ ഒരു വിദഗ്ധ എഞ്ചിനീയറെ വെച്ച് നമുക്ക് ഓപ്പണായിട്ട് പരിശോധിക്കാവുന്നതാണ്. ചെയർമാനും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമൊക്കെ ഇരുന്ന് ഇപ്പോൾ അവസാനം ഓപ്പൺ ചെയ്തിട്ടുള്ള ടെൻഡറിനകത്ത് ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാവുന്നതാണ്. അതിനകത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ചെയർമാൻ ആ രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇതിലങ്ങനെയല്ല എന്ന് അപ്പോൾ കൗൺസിലിനകത്ത് തന്നെ പറയുമല്ലോ. കൗൺസിലിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഇല്ലെങ്കിൽ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നതടക്കമുള്ള ടെൻഡർ റിവൈസ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു ആ രീതിയിലേക്ക് വരണം, അതാണ് ഞങ്ങൾ പറയുന്നത്. നഗരസഭയ്ക്ക് ഇതിൽ ഈ അവിടെ സ്റ്റേഡിയം കൊണ്ടുവരുന്നത് നഗരസഭയ്ക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടെന്നുള്ളത് അല്ല, താല്പര്യം എന്ന് പറഞ്ഞാൽ കോട്ടക്കല് എത്രയോ കാലമായി നിലനിൽക്കുന്ന വിഷയമാണ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട്. അത് പറയുമ്പോൾ കുറേ ബാക്കിലേക്ക് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കുളം കുഴിച്ചിട്ടുള്ള പാടവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തായിരുന്ന കാലത്ത് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM ഈ പാടം എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായി അത് പാടം തീർക്കാൻ കഴിയില്ല എന്നും അതിനകത്ത് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ അനുമതി കിട്ടില്ല എന്നും CPM അന്നത്തെ പഞ്ചായത്ത് മെമ്പർമാർ രേഖാമൂലം തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ആ സ്ഥലത്തിന് പകരം ഇന്ന് വിദ്യാഭവൻ നിൽക്കുന്ന ആ ഭാഗത്തായിട്ടുള്ള 3 ഏക്കറോളം വരുന്ന സ്ഥലം അതിൻ്റെ ഉടമയെക്കൊണ്ട് അത് ഞാൻ തരാൻ തയ്യാറാണ് എന്ന് എഴുതി കൊടുക്കുക കൂടെ ചെയ്തിട്ടും അതെടുക്കാതെ ഈ പുറത്ത് പാടം എടുത്തതിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ ഇത്രയും കാലം സ്റ്റേഡിയം നടക്കാതെ പോയത്. രാജാസ് എന്ന് മാത്രമല്ല, കോട്ടക്കലിന് സ്റ്റേഡിയത്തിന് അനുയോജ്യമായ ഏത് സ്ഥലമാണോ അവിടെ സ്റ്റേഡിയം വരണം. കോട്ടക്കലെ യുവത്വത്തിന് കളിക്കാനും കായിക പരിശീലനങ്ങൾ നടത്താനും ഒക്കെ കഴിയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവണമല്ലോ. അത് ലീഗിൻ്റെ ഭരണസമിതിയാണോ CPM ഭരണസമിതിയാണോ എന്നുള്ളത് നോക്കിയിട്ടല്ല, കോട്ടക്കലിലെ ആവശ്യം അതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അത് വരണം. അപ്പോൾ രാജാസിൽ ആ രീതിയിലേക്ക് ജലം സംരക്ഷിച്ചുകൊണ്ട് നിർത്താൻ കഴിയുമെന്ന് ചെയർമാൻ തന്നെ പറയണത്. അതുകൊണ്ടാണ് ആ രീതിയിൽ വരട്ടെ എന്ന് തീരുമാനിക്കുന്നത്. സൗകര്യം, സ്ഥലമുണ്ട്, ജലം സംരക്ഷിക്കപ്പെടും. ഞാൻ മനസ്സിലാക്കുന്നത് ജലം സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്നതിന് പ്രയാസമല്ല, ഈ പറയുന്ന എമൗണ്ടിനകത്ത് ചെയ്യാൻ
ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ്. അതിന് ആരൊക്കെ സമീപിക്കാൻ പറ്റും? MP യോ MLA യോ സംസ്ഥാന ഗവൺമെൻറ്റോ സ്പോർട്സ് കൗൺസിലോ കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെല്ലാം വിഭാഗത്തിൻ്റെ ഫണ്ട് വാങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അതിനകത്ത് വേണ്ടത്. അതോടൊപ്പം എന്ത് വേണം? സമവായം ഉണ്ടാക്കണം. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അതിന് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കൊടുത്തതിനെക്കുറിച്ച് പല ലീഗിൻ്റെ കൗൺസിലർമാരും വളരെ മോശമായ രീതിയിലാണ് അവർ പറയുന്നത്. ഈ വയസ്സായ ആളുകൾക്ക് ഇനിയിപ്പോൾ കളിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഞങ്ങൾ പറയുന്നതല്ല, നേരത്തെ വയസ്സായ ആളുകൾ നേരത്തെ ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് മുഖവിലക്കെടുക്കണം. അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ജലം നിർത്തി നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് അവരെ ബോധ്യപ്പെടുത്തി, അതേപോലെ ആ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ളക്ഷാമം വരുന്ന രീതിയിലേക്ക് ഈ സ്റ്റേഡിയത്തെ കൊണ്ടുപോകാതെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അല്ലാതെ ഈ ചെറിയ കുട്ടികൾ തിരക്കൂടുമ്പോൾ എനിക്കും വേണ്ട എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ പോകുന്ന ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത് എന്തൊക്കെയാണെങ്കിലും സ്വാഭാവികമായിട്ടും 1.5 കൊല്ലം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പുകളാണ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളാണ്, നഗരസഭ തിരഞ്ഞെടുപ്പുകളാണ്. ഈ സമയത്ത് സ്വാഭാവികമായും CPIM-നാണെങ്കിലും ലീഗിനാണെങ്കിലും അതൊരു നെഗറ്റീവായി കഴിഞ്ഞാൽ അത് എല്ലാവരും ബാധിക്കില്ല. അല്ല, ഈ 1.5 കൊല്ലം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഈ ഭരണസമിതി വന്നിട്ട് 3.5 കൊല്ലമായല്ലോ. അല്ല, ഇതുവരെ ഇപ്പോഴാണല്ലോ അതിലേക്ക് ടെൻഡറിലേക്ക് വരുന്നത്. അപ്പം നേരത്തെ തുടങ്ങാമായിരുന്നു. ആ രീതിയിലേക്ക് താല്പര്യമെടുത്ത് ഈ പറയുന്ന രാജാസ് അവിടെ ഉണ്ട്, ഈ പറയുന്ന ചെയർമാനുണ്ട്, ഈ പറയുന്ന പ്രതിപക്ഷം ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ ആ രീതിയിലേക്ക് ചെയ്തപ്പോൾ ഇപ്പോഴാണല്ലോ വരുന്നത്. ഈ 1.5 കൊല്ലം ആ രീതിയിലേക്ക് തീരില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ മണ്ണിട്ട് തൂർക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, ഇപ്പൊ 1.5 കൊല്ലം കഴിഞ്ഞ ഒക്ടോബർ നവംബർ തെരഞ്ഞെടുപ്പ് വരട്ടെ, സ്വാഭാവികമല്ലേ. സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷൻ വരുമ്പോൾ ഒരു സ്റ്റേഡിയം നഗരസഭയിൽ നിലവിൽ വന്നാൽ അത് ലീഗിനൊരു മൈലേജ് ആയിട്ട് മാറും. അങ്ങനത്തെ ഒരു ബേജാറും CPM-നോ LDF-നോ ഇല്ല. കാരണം കേരളത്തിലെ ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. തനത് വരുമാനം മാത്രമല്ല, പ്ലാൻ ഫണ്ടിനകത്ത് അല്ല, അത് നഗരസഭയിലേക്ക് ഇങ്ങനെ ഫണ്ട് മാറ്റിവെക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. മറ്റാവശ്യങ്ങൾക്ക് സർക്കാർ ഫണ്ട് വരുന്നതുകൊണ്ടല്ലേ, ഈ ഫണ്ട് മാത്രമല്ലല്ലോ. അപ്പോൾ CPM-ന് ലീഗ് ഗ്രൗണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ സ്റ്റേഡിയം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് CPM-ന് ഒരു പുറകോട്ടടി അല്ലെങ്കിൽ LDF-ന് ഒരു പുറകോട്ടടി ഉണ്ടാവും എന്നുള്ള യാതൊരു ബേജാറും ഞങ്ങൾക്കില്ല. ഇല്ലില്ല, അങ്ങനത്തെ അതൊരു ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് കൊണ്ടുപോകണം. അല്ല, അതിൻ്റെ അപ്പുറത്ത് ലീഗ് ഭരിക്കുന്ന വാർഡുണ്ട്, അവിടെ ഈ ജലക്ഷാമ പ്രശ്നമുണ്ട്. അവിടുത്തെ കൗൺസിലറാണ് പറയേണ്ടത്. അയാളോട് ചോദിച്ചാൽ അയാൾ പറയും അവിടുത്തെ ഈ ജലം ഊർന്നിറങ്ങുന്നതിന് വാർഡ് അതിർത്തിയൊന്നും ഇല്ലല്ലോ, 4 ഭാഗത്തേക്കും ഇറങ്ങില്ലേ. അപ്പം CPM-ന്റെ വാർഡിലേക്ക് മാത്രമേ ജലം ഇറങ്ങൂ, അതുകൊണ്ട് അത് പ്രശ്നമുണ്ടെന്ന് അല്ലല്ലോ പറയുന്നത്. എല്ലാ ഭാഗത്തേക്കും ബാധിക്കും. അല്ല, ആശങ്ക വരേണ്ട സാഹചര്യം ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞതെന്താ, ഈ ജലസ്രോതസ് സംരക്ഷിച്ചുകൊണ്ട് സ്റ്റേഡിയം ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഒരു ആശങ്കയുടെ പ്രശ്നമില്ലല്ലോ. ആ വ്യവസ്ഥ മാറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പത്രവാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും വിഷയം വന്നത്. ഇതിന് മുമ്പായിട്ട് എത്രയോ നടപടിക്രമങ്ങൾ ഈ സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. അല്ല, ആ നടപടിക്രമങ്ങളിലൊക്കെ പറയുന്നത് എന്താ, നമ്മളിപ്പോൾ ഒരു ചെയർമാൻ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത ബോഡിയെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുമെന്ന് ആരെങ്കിലും കരുതും? ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളടക്കം കൗൺസിലിനകത്ത് ഇരിക്കുന്നുണ്ടല്ലോ, അവരോടടക്കം പത്രമാധ്യമങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പലരും ഈ വിഷയം നേരത്തെ പറഞ്ഞ പോലെ ജലം സംരക്ഷിച്ച് പോകും എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അവസാനം ഈ ടെൻഡർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ആ രീതിയിലല്ല എന്ന് ബോധ്യപ്പെടുന്നത്. അല്ല എന്നുള്ളതിന് പിന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലാണ് ചെയർമാൻ കഴിഞ്ഞ കൗൺസിലിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കും എന്നുള്ള രീതിയിൽ പറയേണ്ടതുകൊണ്ടാണ്, അങ്ങനെ അല്ലാന്ന് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ അതിലെന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ ഉറപ്പാണ്. നഗരസഭാ ചെയർമാൻ ഇപ്പോൾ നമ്മളോടുള്ള കൃത്യമായിട്ട് പറഞ്ഞത് അങ്ങനെ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. നമ്മൾ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് വേണ്ടെങ്കിൽ വേണ്ട അവസാനിപ്പിക്കുകയാണ്. PTA അതുപോലെ തന്നെ സ്കൂൾ ഭാരവാഹികൾ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ വേണ്ട എന്നതിനോട് ഒഫീഷ്യൽ തീരുമാനമെങ്കിൽ പോലും വേണ്ട എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇതുപോലുള്ള ഒരു സമരത്തിനോ അല്ലെങ്കിൽ അങ്ങനെ അത് പ്രസക്തിയില്ല. അല്ല, അത് വേണ്ട വെക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതല്ലേ അതിൽ ചെയ്യേണ്ടത്. PTA പറഞ്ഞു അല്ലെങ്കിൽ പ്രദേശവാസികൾ വിഷയവുമായി വന്നു, അവരാശങ്ക സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാവും. അപ്പം അതിനകത്ത് മാറി നിൽക്കൽ. പരിസ്ഥിതിവാദികൾ പറയുന്നു, രാഷ്ട്രീയപരമായിട്ട് പരിസ്ഥിതിവാദികൾ പറയുന്നു, പൂർവ്വ വിദ്യാർത്ഥികൾ പറയുന്നു അവിടെ സ്റ്റേഡിയം വേണ്ട. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്.
അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് കൂട്ടമായി ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പ്രകൃതിയെ ഹനിച്ചുകൊണ്ടുള്ള വികസനം വേണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയർമാൻ പിന്മാറുമ്പോൾ വീണ്ടും ചെയർമാനെ കാര്യമുണ്ടോ? അല്ല, ചെയർമാൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ കൗൺസിൽ അടിയന്തരമായി വിളിച്ചു ചേർത്തു. അവിടുത്തെ PTA ഇങ്ങനെ പറയുന്നുണ്ട്, സർവീസ് മെൻസിനേഴ്സ് യൂണിയൻ ഇങ്ങനെ കത്ത് തന്നിട്ടുണ്ട്, പരിസരവാസികൾ ഇങ്ങനെ പ്രയാസം ഉണ്ടാകും, നമ്മൾ എന്ത് ചെയ്യണം എന്നതിന് ചോദിക്കണമായിരുന്നു. ആ കൗൺസിലിനകത്ത് സ്വാഭാവികമായിട്ടൊരു തീരുമാനം വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇതുവരെ കോട്ടക്കൽ രാജാസ് സ്കൂളിന്റെ രണ്ടാളുകളാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. ഒന്ന് HM, ഒന്ന് പ്രിൻസിപ്പാൾ. ഇവർ രണ്ടുപേരും PTA പ്രസിഡന്റ് നിൽക്കട്ടെ, PTA പ്രസിഡന്റ് ഒരു മാറി വരുന്ന സംവിധാനമാണ്. മാറി വരുന്ന സംവിധാനം മാത്രമല്ല രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കൂടി പദവിയാണ്. ഈ രണ്ട് ഒഫീഷ്യൽ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇതുവരെ വ്യക്തമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ച് എന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. അല്ലാതെ അവരോട് ചോദിക്കേണ്ടതാണ്, അവരോട് ചോദിക്കേണ്ടതാണ് എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന്. ഞാൻ മനസ്സിലാക്കും, ചിലപ്പോൾ നേരത്തെ ചെയർമാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലാതെ അങ്ങനെ ഒറ്റയടിക്ക് കൊണ്ടുപോയി ചെയ്യാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ ചെയർമാൻ പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ നിരപരാധികളാണ്, PTA തീരുമാനിച്ചു എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ റൈറ്റ് ഉണ്ടാവുമല്ലോ. ചെയർമാൻ പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും പറയാം. നേരത്തെ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയർമാൻ അത് നേരത്തെ പറയണല്ലോ. അല്ല, ഞാൻ പറയണത് അങ്ങനെ ചെയർമാനോട് അങ്ങനെ ഒരു പ്രയാസം ആ രാജാസ് ഗ്രൗണ്ടിനകത്ത് ഈ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് PTA എല്ലാം ഈ പിന്നെ പ്രിൻസിപ്പാളിനും HM ഒക്കെ പ്രശ്നമുണ്ട് എന്ന് ചെയർമാൻ ഇന്നുവരെ ഒരു കൗൺസിലിനകത്തും പറഞ്ഞിട്ടില്ല. ഇല്ല, അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ വിവാദ വിഷയമല്ല, ചർച്ചാ വിഷയമാണല്ലോ. അങ്ങനത്തെ പ്രശ്നം ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയാണ്, വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്നാണ് ഇതുവരെ HM പ്രിൻസിപ്പളോ പറഞ്ഞില്ല. അവസാനം പ്രിൻസിപ്പളെ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ PTAക്ക് പ്രശ്നമാണ്. അതൊക്കെ ഒരു ഇരുന്ന് സംസാരിച്ചാൽ അതിനകത്തുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീരുന്നതല്ലേ ഉള്ളൂ. അതിപ്പോൾ ഒരു കോട്ടക്കലിന്റെ വികസനം ലക്ഷ്യമിടുന്ന ഒരു ഭരണാധികാരി സ്വീകരിക്കേണ്ട നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു വരണം. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇങ്ങനൊരു സ്റ്റേഡിയം നല്ല രീതിയിലാണ് സ്റ്റേഡിയം വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോ അത് ഈ വിവാദങ്ങളിൽ പോയി തടഞ്ഞു പോവുകയെ എന്നുള്ളത് സ്വാഭാവികമായിട്ട് അടുത്ത ഇലക്ഷൻ അതൊരു ചർച്ചാ വിഷയമാണ്. അത് ഇടതുപക്ഷം സംബന്ധിച്ച ഒരു പ്രശ്നം, ഇടതുപക്ഷമല്ല ഏത് പ്രശ്നവും, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ചർച്ച വരുമ്പോൾ സ്റ്റേഡിയം ചർച്ചയ്ക്കാണ് വരിക. അതിനകത്ത് പിന്നെ ഇങ്ങനൊരു സാധ്യത ഒട്ടുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇടതുപക്ഷം മുമ്പിൽ വന്ന് വേണ്ടെന്ന് പറഞ്ഞു നിരൂപത്തിലേക്കല്ലേ. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ CPM സംബന്ധിച്ചിടത്തോളം LDF സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയത്തിൽ മാത്രം കെട്ടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരുപാട് വിഷയങ്ങൾ കോട്ടക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ട്. ആ രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്ത് പോകുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനകത്ത് സാഹചര്യത്തിനനുസരിച്ച് പല വിഷയങ്ങളും ഉയർന്നു വരും. സോ അതിനകത്ത് സ്റ്റേഡിയം വരാം. അപ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ നിലപാട് നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നും CPM LDF പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് എന്താ, നിലവിലുള്ള ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിലവിലെ ജലാശയം സംരക്ഷിച്ചുകൊണ്ടുള്ള ഗ്രൗണ്ട് സ്റ്റേഡിയം നിർമ്മിക്കും. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾ അതിന് എതിര് പറഞ്ഞിട്ടില്ലല്ലോ. കൃത്യമായിട്ട് ചെയർമാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ച് ആ രൂപത്തിലാണ് സ്റ്റേഡിയം വരുന്നതെങ്കിൽ, അല്ല ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ചെയർമാനുണ്ട്. അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ ചെയർമാൻ അങ്ങനെ വിശദീകരിച്ച് തരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിശദീകരിച്ച് തരുന്നതല്ല, സമർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ രേഖകളാണല്ലോ സമർത്ഥിക്കാൻ തെളിവായി ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കാൻ ഈ പറയുന്ന എമൗണ്ട് കൊണ്ട് നടക്കൂ എന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ എന്തുവരും, ഒന്നാം ഘട്ടത്തിൽ നടക്കില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിലേ നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് വേണം, ഒരു സമവായം ഉണ്ടാവേണ്ടതുണ്ട്. ആര് വേണം, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉണ്ടാവണം, സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവണം, രാജാസിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവണം, സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് എന്താണോ ചെയ്യേണ്ടത് എന്നതിൻ്റെ നിയമവശം പരിശോധിക്കണം. ഇപ്പോൾ വീണ്ടും ഇവിടെ ആളുകൾ പല രീതിയിലേക്കാണ് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ പല ആളുകളും പറയുന്നത് മലപ്പുറം കോട്ടപ്പടിയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേഡിയം അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേഡിയം സ്കൂളിന് കളിക്കാൻ കിട്ടുന്നില്ല എന്ന രീതിയിലേക്ക് പുതിയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. കൊയിലാണ്ടിയിലും സമാനമായ സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അങ്ങനെ വിഷയമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഹൈസ്കൂൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളത് എങ്ങനെ കൈകാര്യം ചെയ്യണം? നമുക്ക് സ്കൂൾ നഷ്ടപ്പെടാതെ കോട്ടക്കൽ ചെറുപ്പക്കാർക്ക് കളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ടൂർണമെൻറ്റുകൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക്, മറ്റു പരിശീലനങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക്, ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ ഇതെങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെ ഇരുത്തി ചർച്ച നടത്തി ആ രീതിയിലേക്ക് പോവാണ് വേണ്ടത്. വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായ കാര്യങ്ങൾ, അതിൻ്റെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അത് നീക്കേണ്ട ഉത്തരവാദിത്വം അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ അതിന് ആരുടെ സഹായമാണ് വേണ്ടത്? ആ സഹായം തേടാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ആ രീതിയിലേക്ക് ആരൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാണ് വേണ്ടത്.
കൗൺസിൽ താങ്കളടക്കമുള്ള പ്രതിപക്ഷ കൗൺസിലർമാരിക്കുന്ന സമയത്ത് ധാരാളം സമയങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ താങ്കളോ മറ്റു പ്രതിപക്ഷ അംഗങ്ങളോ ചെയർമാനായിട്ട് പങ്കുവച്ചു? അല്ല, ഇങ്ങനെയുള്ള ആശയങ്ങൾ പങ്കുവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോയി. നിലവിലുള്ള ജലാശയം ഇവിടെ തർക്കം നിൽക്കുന്നുണ്ടാ, നിലവിലുള്ള ജലാശയം ഇല്ലാതാകും എന്നുള്ള രീതിയിലേക്ക് ഈ സാധനം വരുമ്പോഴാണല്ലോ, അതുവരെ ഇപ്പോഴാണല്ലോ ടെൻഡർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി ഇതാന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് പിന്നെ ചർച്ച നടത്താൻ പിന്നെ കൗൺസിൽ വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താ, നേരത്തെ സൂചിപ്പിച്ചത് എന്താ, ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് വേണം, കൗൺസിൽ വിളിക്കാമല്ലോ ചെയർമാൻ. കൗൺസിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, നമ്മളെന്ത് തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിലേക്ക് ചർച്ച നടത്താമല്ലോ. അതുകൊണ്ട് PTA പറഞ്ഞില്ല, അല്ലെങ്കിൽ CPIMൻ്റെ ഒരു വിഭാഗം എതിർത്തു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയായ കാര്യമല്ലല്ലോ. CPIM ഈ വിഷയമാണ് സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ട് CPIMൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കാം, സ്വാഭാവികം. രാഷ്ട്രീയ നയങ്ങളുണ്ടാവും, താല്പര്യമല്ല, രാഷ്ട്രീയ നയങ്ങളുണ്ടാവും. അത് UDFനേക്കാൾ വ്യത്യസ്തമാവും, അതൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ പറയണ്ട, രാഷ്ട്രീയ നയങ്ങളുണ്ടാവും, സ്വാഭാവികമല്ല. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയമുണ്ടാവും, CPIMൻ്റെ പാർട്ടി എന്നുള്ള നിലക്കുള്ള രാഷ്ട്രീയ നയങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും, ഏത് രീതിയിലേക്ക് പോകണം, പൊതുസമൂഹത്തിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ പറയും, അതവരോട് ചോദിച്ചാൽ ആ രീതിയിലേക്ക് അവർ പറയും. അവസാനമായിട്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യം, അവസാനം എന്നുള്ള ഈ സ്റ്റേഡിയത്തിനായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഇങ്ങനൊരു രൂപത്തിൽ അനുവദിക്കില്ല എന്ന് CPIM പറയുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നു. CPIM അനുവദിക്കില്ല, അല്ലെങ്കിൽ LDF അനുവദിക്കില്ല, പ്രതിപക്ഷ കൗൺസിലർമാർ അനുവദിക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ ആദ്യം തുടങ്ങോട്ട് തന്നെ പറയുന്നത്, ഞാൻ നിങ്ങൾ എങ്ങനെ ചോദിച്ചാലും അതിന് മാറ്റില്ല. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങളോട് കൗൺസിലിനോട്, ഞാനടക്കമുള്ള 32 അംഗ കൗൺസിലിനോട്, അതേപോലെ തന്നെ നാട്ടിലെ ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിലവിലെ ജലാശയം സംരക്ഷിച്ചുകൊണ്ടുള്ള സ്റ്റേഡിയം നിർമ്മാണം. ആ നിലപാട് തന്നെ CPIMനും LDFൻ്റെ കൗൺസിലർമാർക്കുള്ളത്. അതിൽ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അതിൽ മാറിയത് ചെയർമാനാണ്. എങ്ങനെയാണ് മാറ്റം സംഭവിച്ചത് എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. സ്പോർട്സ് കൗൺസിൽ തന്നപ്പോൾ എന്തുകൊണ്ട് അതിനകത്ത് ജലാശയം സംരക്ഷിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായില്ല? സിഡ്കോയുടെ എഞ്ചിനീയർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് എങ്ങനെ ആ രീതിയിലേക്ക് മാറി എന്ന് വേറെ പരിശോധിക്കേണ്ടതാണ്. സ്പോർട്സ് കൗൺസിൽ പരിശോധന സമയത്തൊക്കെ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തതാണ്. അല്ല, അന്ന് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ജലാശയം സംരക്ഷിക്കാതെയാണ് ഈ സാധനം ചെയ്യുന്നത് എന്ന് ധാരണ ഇല്ലല്ലോ. ഇത് സംരക്ഷിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സ്പോർട്സ് കൗൺസിൽ കൊടുത്തിട്ടുള്ള ഒരു രേഖ ഉണ്ടാവുമല്ലോ, ആ രേഖ അത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ചെയർമാൻ പറഞ്ഞാൽ അവിടെ തീരുമല്ലോ. ചെയർമാൻ രേഖ പുറത്തിട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനകത്ത് ഇല്ല. ഈ പിന്നെ അവരെ പിന്നെ അതിൻ്റെ കൂടെ സിഡ്കോയുടെ എഞ്ചിനീയർ വന്ന് നോക്കിയിട്ട് ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കി അതിലേക്ക് ഫില്ല് ചെയ്യാൻ 10,000 ലോഡ് മണ്ണ് വേണം. അപ്പോൾ ആ മണ്ണെടുക്കാൻ ഈ പുറത്ത് കുഴിയാക്കിയാൽ അതിൽ മണ്ണ് കിട്ടും, അപ്പോൾ ആ കുഴി കുളമായി മാറില്ലേ എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആലോചിച്ചിട്ടുള്ളത്. അതൊരു രീതിയല്ല, നന്നായി പഠിച്ച് അതിൽ ആരുടെ അഭിപ്രായം, അതിൻ്റെ വിദഗ്ധന്മാർ ആരെയാണോ കാണേണ്ടത് അതിനകത്ത് വേറെ ഈ അഭിപ്രായങ്ങൾ തേടുന്ന കാര്യത്തിൽ വിദഗ്ധന്മാരെ കാണുന്ന ഫണ്ട് കണ്ടെത്തുന്ന കാര്യത്തിലൊന്നും അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയ എതിർപ്പോ പ്രയാസമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഞാനിപ്പോഴും നിൽക്കുന്നത്. നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ജല സംരക്ഷണം നടത്തിക്കൊണ്ടുള്ള സ്റ്റേഡിയം നിർമ്മാണമാണ്. അതിലേക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ഇപ്പോൾ വരാൻ പറ്റാത്തത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ഈ ടെൻഡർ മാറിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ജലം സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ചെയർമാനുണ്ട്. സിഡ്കോ ഒരു നോഡൽ ഏജൻസിയാണ്. സിഡ്കോയുടെ ചെയർമാൻ നിയാസാണ്, അയാൾ LDF സഹയാത്രികനാണ്. അതുകൊണ്ടാണ് ഇതെങ്ങനെ ആയി എന്ന് പറയുന്നത് സുത്ത അസംബന്ധമാണ്. അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇതിന് ഉത്തരവാദിത്വം ചെയർമാനാണ്. ചെയർമാൻ അത് പറയണം, ഇത് ഈ രീതിയിലേക്ക് മാറിയത് ഇന്ന കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ചെയർമാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ചെയർമാൻ പറയാം, ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത് എന്ന് കൂട്ടമായി ആലോചിക്കാവുന്നതേ ഉള്ളൂ. നഗരസഭ ചെയർമാൻ പറയുന്നു ഈ പദ്ധതി ഞങ്ങൾ ഒഴിവായി. അല്ല, അതങ്ങനെ ചെയർമാൻ മാത്രം പറഞ്ഞാൽ പറ്റും. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ അതിന് പിന്നാലെ അത് അങ്ങനെയാണെങ്കിൽ തീരുമാനമാണെങ്കിൽ അത് സ്വാഗതം ചെയ്യല്ലേ? അല്ല, അങ്ങനെ പോകേണ്ട കാര്യം എന്താ ഉള്ളത്? നേരത്തെ പറഞ്ഞ വാക്ക് പാലിച്ചാൽ പോരെ. ഇത് ഒളിച്ചു കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. ആ രീതിയിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന പരിസ്ഥിതി വാദക്കാരും എന്താ പറയുന്നത്, ജലം സംരക്ഷിച്ചുകൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞ അതല്ലേ ശരി. പത്ര സുഹൃത്തുക്കൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ ചെയർമാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും വ്യത്യാസം വരുമ്പോൾ അതെങ്ങനെ വ്യത്യാസം വന്നത് എന്ന് ചെയർമാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്താ ഞാനതിന് പറയാം എന്ന് എനിക്കറിയില്ല. ശ്രദ്ധയിൽ പോയിട്ടില്ലെങ്കിൽ പെട്ട സാഹചര്യത്തിൽ എന്ത് വേണം, തിരുത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ
ഇടപെട്ട് ചെയ്യല്ലേ വേണ്ടത്. അതുമല്ല അത് ഇനി പറ്റൂല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകുന്നത് ശരിയല്ല. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് പിന്നെ എങ്ങനെ വിവാദം വന്ന സാഹചര്യത്തിൽ വിവാദം എന്ന് പറയാൻ അഭിപ്രായങ്ങൾ വന്നു. അത് വന്നു. അത് അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആ അഭിപ്രായം വന്നിട്ടുള്ള സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്താൽ മതി. ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ ചെയർമാൻ കോട്ടക്കൽ പരിസരത്ത് അതൊക്കെ അവരൊക്കെ ഈ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ല, അവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്താവുന്നതല്ലേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് യാതൊരു കാര്യവും ആരും നടത്തിയില്ല. പൂർവ്വ വിദ്യാർത്ഥികളോ PTA ഒന്നും നടത്തിയില്ല. ഇവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രചരണം നടത്തുന്നു, FP വഴിയുള്ള പ്രചരണം നടത്തുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ലണ്ടനിലിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇത് കാണുമ്പോൾ സെയിം രാജാസിന്റെ കമന്റ് ഇട്ട് അയാൾ അതിന്റെ രൂപത്തിൽ പ്രചരിക്കും. അത് CPIM-കാരനാണോ ലീഗുകാരനാണോ? അല്ല, ഞാൻ പറയുന്നത് ആര് കമന്റ് ചെയ്താലും ഇതിനകത്ത് സാഹചര്യങ്ങൾ ഇന്നതാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കുണ്ടല്ലോ. ആ രീതിയിലേക്ക് ഒരു നിലപാടിലേക്കല്ലേ വരേണ്ടത്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ആ രീതിയിലേക്ക് ചെയർമാൻ വരണം. എന്നിട്ട് അവിടെ ഈ രീതിയിലേക്ക് ജലം സംരക്ഷിച്ചു കൊണ്ട് നിർത്താൻ ഇന്ന പ്രയാസങ്ങളുണ്ട്, അതിനല്ലെങ്കിൽ ഈ സാമ്പത്തികമായി ഇത്ര നമ്മൾ വെച്ച ഫണ്ട് പോരാ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്കീമിലേക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റുമോ, അതല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പോകാൻ കഴിയുമോ, എന്താണ് അതല്ലെങ്കിൽ നാട്ടിലെ ഈ നല്ല സംഘടനകളൊക്കെ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ, അങ്ങനെ പലരാതിയിലേക്ക് കാര്യങ്ങൾ ആലോചിക്കാൻ നേതൃത്വം കൊടുക്കേണ്ട ആളാണ് ചെയർമാൻ. നഗരസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ലീഗിൻ്റെ ചെയർമാൻ മാത്രമല്ലല്ലോ, നഗരസഭയുടെ മൊത്തത്തിലെ ചെയർമാനാണ്. അപ്പോൾ എന്ത് വേണം? ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി, അതിൽ പിന്നെ കൗൺസിലർമാരുണ്ടോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുള്ള രാഷ്ട്രീയ പാർട്ടിയാണോ എന്നൊന്നും കോട്ടക്കൽ നോക്കേണ്ട ആവശ്യമില്ല. ആളുള്ളവനും ഇല്ലാത്തതിൻ്റെ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ച്, അതേപോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളുണ്ട്. എഞ്ചിനീയർമാർ കോട്ടക്കൽ തന്നെയുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അതേപോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്, ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. അത്തരം ആളുകളുടെയൊക്കെ അഭിപ്രായം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇത് വഴിമാറിപ്പോയ സാഹചര്യത്തിൽ ചിന്തിക്കാവുന്നതാണ്. അത് കൂട്ടി യോജിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ചെയർമാന് തന്നെയാണ്. അങ്ങനെ ഒരു യോഗം വിളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയാൽ തീർച്ചയായും ചെയർമാൻ ആ രീതിയിലേക്ക് അതിനകത്ത് ചെയർമാൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഞങ്ങൾ നേരത്തെ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ചെയർമാൻ ഈ വിഷയങ്ങൾ എന്തൊക്കെ ഒളിച്ചോടി എന്നുള്ള പ്രതിപക്ഷം ആരോപിക്കും. ഒളിച്ചോടി അതന്നെയാണ് ഇത് ശരി. അല്ലെങ്കിൽ ഒരു PTA കമ്മിറ്റി കത്ത് തന്നു, അതല്ലെങ്കിൽ ഒരു പെൻഷനേഴ്സ് യൂണിയൻ കത്ത് തന്നു, നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കും വേണ്ട എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു നടക്കണമെന്ന് വിചാരിച്ച് ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ? അത് നിങ്ങളാണ് പറയേണ്ടത്. ഒരു രാഷ്ട്രീയ ചോദ്യത്തിലേക്ക് കടക്കുക. എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്, ഈ പറയുന്നതൊക്കെ രാഷ്ട്രീയം തന്നെയാണ്. വികസനത്തിന്റെ രാഷ്ട്രീയം ഉണ്ട്, വികസന രാഷ്ട്രീയമുണ്ട്. ഇതൊരു പക്ക രാഷ്ട്രീയം. താങ്കളൊക്കെ കൗൺസിലിരിക്കുന്നത് ഇടതുപക്ഷ പ്രതിനിധികൾ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിച്ചു. CPM പ്രതിനിധി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധി. അപ്പോൾ കഴിഞ്ഞൊരു വർഷം കഷ്ടി ഒരു 6-7 മാസമായിട്ടുള്ള ഒരു ചർച്ച നഗരസഭയെ സംബന്ധിച്ച് നടക്കുന്നത് CPM ഇവിടുത്തെ ഇടതുപക്ഷ കൗൺസിലർമാർ നമ്മൾ മാനസികമായി വേറെ അകൽച്ചയിലാണ്. അതൊക്കെ നേരത്തെ ഇത്തരം ചോദ്യങ്ങൾ വന്നതാണ്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. ഈ ഇരിക്കുന്ന ചാനലിനടക്കം ഞാനത് കൊടുത്തിട്ടതാണ്. വെറുതെ അതിലേക്ക് വീണ്ടും കൊണ്ടുപോകണം, മറ്റെന്തെങ്കിലും മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടൊന്നും ആ രീതിയിലേക്ക് പോയിട്ട് കാര്യം അങ്ങനത്തെ ഒരു വിഷയം കോട്ടക്കലിൽ നിലനിൽക്കുന്നില്ല. ഞാൻ ചോദ്യം പൂർത്തിയാകട്ടെ. ഇതിൽ പിന്നെ താങ്കളടക്കമുള്ള പ്രതിപക്ഷ കൗൺസിലർമാർ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഞാൻ അടക്കമുള്ള ആളോട് പറഞ്ഞു, അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ മുഴുവൻ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകണ ശരിയല്ല. ഞാനത് ആരോടും ഞങ്ങൾ പ്രശ്നമുണ്ട് എന്ന് പ്രശ്നം ഉണ്ടെങ്കിലാണല്ലോ പറയാം. പത്രക്കാരായ രീതിയിലേക്ക് പറയാം. ഇവിടെ ഒരു വികസനമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നഗരസഭ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലുണ്ടായ കയ്യേറ്റം. 2 പ്രതിപക്ഷമാർ കൗൺസിലർമാർ തമ്മിൽ കയ്യേറ്റുണ്ടായില്ല. കൗൺസിലറും പ്രതിപക്ഷ കൗൺസിലറും തമ്മിലുണ്ടായ കയ്യേറ്റം, കുഞ്ഞാപ്പു കോയാപ്പു, ഇവർ തമ്മിലുള്ള കയ്യേറ്റത്തിൽ പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നു. ആ ദിവസമാണ് ഈ ഒരു വാർഷിക പദ്ധതിക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതിക്ക് പദ്ധതിക്ക് പോണത്. അതിനകത്ത് ഒരു കാര്യം പൂർത്തിയാകട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നഗരസഭാ ചെയർമാൻ പ്രതിപക്ഷ വാർഡുകളെ വെട്ടിനിരത്തി എന്നൊരു ആരോപണം പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഉണ്ടായിരുന്നു. പ്രതിപക്ഷ കൗൺസിലർമാർ CPM ജില്ലാ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള അനുകൂല മറുപടി ഉണ്ടായില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി
നഗരസഭ ചെയർമാൻ അനുകൂലമായിട്ട് നിന്നു എന്നടക്കം അങ്ങനത്തെ ഒരു ആക്ഷേപവും ഇല്ല. ഈ കൗൺസിലുമായി ബന്ധപ്പെട്ട് അന്ന് നടന്നിട്ടുള്ള നടക്കാൻ പാടില്ലാത്ത ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് നടക്കാൻ പാടില്ലാത്തതാണ്. അത് അതിന് തുടക്കമിട്ടതൊക്കെ ആരാന്നുള്ളതൊക്കെ ദൃശ്യമാധ്യമങ്ങളുടെ റിവേഴ്സ് എടുത്താൽ കാണാവുന്നതാണ്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താ, ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചു വന്ന ആൾക്കാരല്ലേ, അല്ലാതെ വെറുതെ കയറി വന്ന ആൾക്കാർ. ഞങ്ങൾക്ക് ആവശ്യമായ അർഹമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ വിരോധം വെച്ചിട്ട് അത് നിങ്ങളെ വാർഡുകളിലേക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം കൗൺസിലിനകത്തോ പുറത്തോ ഒക്കെ ഉണ്ടാവാം. അത് പരിധി വിടാതെ ശ്രദ്ധിക്കേണ്ടതാരാ, അതിനകത്ത് ഒരു കാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇടപെട്ട് ആ രീതിയിലേക്ക് പോവാതിരിക്കാൻ ജാഗ്രത കാണിക്കേണ്ടത് ചെയർമാനായിരുന്നു. പക്ഷേ ചെയർമാൻ ദൗർഭാഗ്യവശാൽ അതിന് കൂട്ടുനിൽക്കുന്ന രീതിയിലേക്കുള്ള സമീപനമാണ് സ്വീകരിച്ചത്. പിന്നെ ഈ പറയുന്ന പദവിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ DPCക്ക് ഞങ്ങൾ 10 കൗൺസിലർമാർ പരാതി കൊടുത്തു. ആ പരാതിയിൽ കയമ്പുണ്ട് എന്ന് തോന്നിയപ്പോൾ DPCയുടെ സബ് കമ്മിറ്റി ഞങ്ങളെ വിളിച്ചു, ചെയർമാനെയും സെക്രട്ടറിയും വിളിച്ചു. DPCയുടെ സബ് കമ്മിറ്റി പ്രതിനിധികളുണ്ടായിരുന്നു. ആ പ്രതിനിധിക്കകത്ത് CPIMൻ്റെ ജില്ലാ സെക്രട്ടറി മോഹൻദാസ് അതിനകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ള CPIMൻ്റെ ജില്ലാ സെക്രട്ടറിക്കല്ല. അവിടെയാണ് നിങ്ങളെ ചോദിച്ചതും ഞാൻ പറയുന്ന തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറയട്ടെ, ഞങ്ങൾ DPC ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ട് അതിന് വിശ്വാസത്തിലെടുത്തിട്ടാണ്. അതിന് ഇനി വേറൊരു അർത്ഥം കാണണ്ട. CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറ്റണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു സംവിധാനമാണ്. അതിനകത്ത് ലീഗിൻ്റെ പ്രതിനിധികളുണ്ട്, കോൺഗ്രസിൻ്റെ പ്രതിനിധികളുണ്ട്, CPIMൻ്റെ പ്രതിനിധി. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയി എന്നൊക്കെ വരാം. അതൊന്നും ഇതിന് ബാധകമല്ല. ഞങ്ങൾ പരാതി കൊടുത്തു. ഞങ്ങൾ പരാതി വാസ്തവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു, DPC ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കി തന്നു. ആ തീരുമാനം എന്ന് പറയുന്നത് ഈ പദ്ധതിക്കകത്ത് ഞങ്ങളോട് നേരത്തെ കൗൺസിലിനകത്ത് തന്നിട്ടുള്ള പദ്ധതി ലിസ്റ്റിനകത്ത് തരികയും ആ തന്ന ലിസ്റ്റിൽ നിന്ന് മാറ്റി DPCയുടെ അംഗീകാരത്തേക്ക് പുതിയ ലിസ്റ്റ് സമർപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് ചെയർമാൻ പോയത്. അതിൻ്റെ ഉത്തരവാദിത്വം സെക്രട്ടറിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു. ഞങ്ങളുടെ പരാതി ജനുവനാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ DPCയുടെ സബ് കമ്മിറ്റി ഒരു സംവിധാനമുണ്ടാക്കി. ആ സംവിധാനത്തിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വെച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ. അപ്പോൾ DPC ഞങ്ങളോട് പറഞ്ഞു ആ സബ് കമ്മിറ്റിയിൽ ഒരു പൊതു തീരുമാനം എന്നുള്ള നിലക്ക് ഈ പദ്ധതി അംഗീകരിച്ച് പോകണം, അല്ലെങ്കിൽ ഒരു വർഷത്തെ കോട്ടക്കലിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രയാസം വരും എന്നുള്ളത് കൊണ്ട് നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് DPCയുടെ സബ് കമ്മിറ്റി ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഞങ്ങൾക്ക് കൗൺസിലിൽ തന്നിട്ടുള്ള ലിസ്റ്റിനകത്തുള്ള വർക്കുകൾ തരാമെന്ന് DPC സമ്മതിച്ച് ചെയർമാനെ കൊണ്ട് ആ രീതിയിലേക്ക് സമ്മതമെത്തി. ആർക്ക് എന്ന് പറയാതെ വെച്ചിരുന്ന മിനി മാസ്റ്റ് ലൈറ്റിൽ 7 പ്രതിപക്ഷ വാർഡിലേക്ക് LDFൻ്റെ പ്രതിപക്ഷ വാർഡിലേക്ക് തരാമെന്ന് പറഞ്ഞ് തീരുമാനമാക്കി. അതൊരു പ്രൊസീഡിങ്സ് ആക്കിയിട്ട് സെക്രട്ടറിക്ക് ചെയർമാനും അയച്ചു കൊടുത്തു. അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് അയച്ചു തന്നു. ഇപ്പോൾ റിവിഷനിനകത്തേക്ക് പോയപ്പോൾ ആ വർക്കുകൾ അന്ന് DPC ഒരു അഭിപ്രായം പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വർക്കിൻ്റെ പേരുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിലർ മാറ്റി കൊടുത്തു. അങ്ങനെയാണ് ഈ വർഷത്തെ പദ്ധതി പോയത്. അപ്പോൾ അതിനകത്ത് CPIMൻ്റെ തർക്കമുണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതില്ല. DPCക്കകത്ത് ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിരുന്നു. അത് DPCയുടെ സബ് കമ്മിറ്റി മാന്യമായ ഒരു സമീപനം സ്വീകരിച്ച് അതിനകത്ത് ചെയർമാനടക്കം ആ രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ അന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ സാധനം DPCയുടെ ശ്രദ്ധയിൽ വരില്ലായിരുന്നു. ഇതിൽ ഈ വിവാദ വിഷയങ്ങളിൽ നമ്മൾ അറിഞ്ഞ കാര്യം, നമ്മൾ പലരും പറയാതെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ജില്ലാ സെക്രട്ടറി ആ കമ്മിറ്റിയിലുണ്ട്, DPCക്കുണ്ട്. അപ്പോൾ അദ്ദേഹം നഗരസഭ ചെയർമാനെ കൂടെ നിന്നു. പ്രതിപക്ഷ കൗൺസിലർമാരെ ഗൗരവിക്കാതെ ചെയർമാനെ കൂടെ നിന്നു എന്നുള്ള ആക്ഷേപം. അങ്ങനെയൊന്നുമില്ല. അതിന് DPCക്കകത്ത് ഇരുന്ന ആൾക്കാർ ഞങ്ങളാണല്ലോ. ഞങ്ങൾക്കറിയാലോ അവിടെ എന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുറെ കാലം വീട്ടുകാർ വരാതെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ പോകുന്നത്? തെരഞ്ഞെടുപ്പ് അതിനുശേഷമല്ലേ തെരഞ്ഞെടുപ്പ് വന്നു. ഈ പറയുന്ന എല്ലാ കൗൺസിലർമാരും തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് വർക്ക് ചെയ്താൽ തോറ്റു എന്നുള്ളത് വേറെ വിഷയം. സാധാരണ ഈ പ്രീ കൗൺസിൽ മുമ്പുള്ള ഒരു യോഗം ചേരുന്നു. അതിൽ നഗരസഭയിൽ ഈ വീട്ടുകാർ പങ്കെടുക്കാതെ പ്രതിപക്ഷ കൗൺസിലർമാർ പല സ്ഥലങ്ങളിൽ ഇരുന്ന് യോഗം ചെയ്തിട്ടില്ല. അത് പിന്നെ ചില സാഹചര്യത്തിൽ ഞങ്ങൾ പ്രീ കൗൺസിൽ ചേരാതെ പോകാറുണ്ട്. അജണ്ടക്ക് അനുസരിച്ചാണ്. പാർട്ടിയുടെ ഉപദേശം നിർബന്ധമായും സ്വീകരിക്കേണ്ട ചില അജണ്ടകൾ വരും. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ തീരുമാനിച്ച് പാർട്ടി അഭിപ്രായമൊക്കെ രൂപപ്പെടുത്തി ചെന്ന് അവിടെ ചെല്ലുമ്പോൾ സപ്ലിമെൻ്ററി അജണ്ട ആയിട്ട് ഞങ്ങളാരും പ്രതീക്ഷിക്കാത്തത് ചിലത് വരും. അപ്പോൾ അതിനകത്ത് അവിടെ നിലപാട് അപ്പോഴാണ് സ്വീകരിക്കുക. അത് പിന്നീടാണ് പാർട്ടിയോട് കൺവിൻസ് ചെയ്യുക. അപ്പോൾ അതിലൊന്നും അങ്ങനത്തെ തർക്കമൊന്നുമില്ല. പിന്നെ വീട്ടുകാരിലിരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ ഇരിക്കാം. എല്ലാ സ്ഥലത്തും ഇരിക്കും. ഞങ്ങൾ പിന്നെ കൗൺസിലർമാരുടെ വീട്ടിലിരിക്കലുണ്ട്. അത് ഒന്നും സമയം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ
കൗൺസിൽ ഹാളിൽ നേരത്തെ 5 മിനിറ്റ് കയറി ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ആശയവിനിമയം നടത്താറുണ്ട്. അതൊന്നും ഇതിൽ ഈ പറയുന്ന വീട്ടുകാർ വേണമെന്ന് എവിടെയും ഭരണഘടന എഴുതി വെച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാരണമൊന്നും വേണ്ട. വീട്ടുകാർ ഞങ്ങൾക്കൊരു പാർട്ടി കേന്ദ്രം എന്നുള്ള നിലക്ക് സൗകര്യപ്രദമായ സ്ഥലത്തിരുന്ന് ചേരാൻ അത്തരം അജണ്ടകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ അജണ്ട പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിക്ക് കൊടുക്കും. ആ ലോക്കൽ കമ്മിറ്റി അതിനകത്ത് ആലോചിച്ച് അതിൻ്റെ തീരുമാനിക്കുന്ന ആളുകൾ ഞങ്ങളുടെ പ്രീ കൗൺസിലിനകത്ത് ഇരുന്ന് ഇന്നതാണ് നമ്മുടെ അഭിപ്രായം, പാർട്ടി അഭിപ്രായം ഇതാണ് അവതരിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളത് പാർട്ടി ലൈനിൽ തന്നെയാണ് അവതരിപ്പിക്കാറുള്ളത്. അതിലൊന്നും യാതൊരു കാര്യമില്ല. അതൊക്കെ അടഞ്ഞ അധ്യായമാണ്. അതൊന്നും വെറുതെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വിഷയങ്ങൾ ഉണ്ടെങ്കിലല്ലേ തീരേണ്ട ആവശ്യമുള്ളൂ. വിഷയങ്ങളില്ലല്ലോ. ഞാൻ ഇന്നിപ്പോൾ CPM ജില്ലാ സെക്രട്ടറി കല്യാണ PM കല്യാണ റിസപ്ഷനിൽ നിന്ന് കണ്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അങ്ങനത്തെ കാര്യമൊന്നും അതിനകത്തില്ല. അതല്ല CPM ജില്ലാ സെക്രട്ടറിയുടെ വിഷയം എന്നല്ല പറയുന്നത്. ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റിയുടെ തലവനാണല്ലോ. ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു കാര്യമില്ല. ലോക്കൽ സെക്രട്ടറിക്ക് പരിമിതിയുണ്ട്. ലോക്കൽ സെക്രട്ടറി ആരെ കൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിയുന്ന ആർക്കും അറിയാം ലോക്കൽ സെക്രട്ടറിക്ക് പരിമിതിയുണ്ടോ, എന്താണ് അതിൻ്റെ രീതി എന്നൊക്കെ ഈ പാർട്ടിയെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതിലൊന്നും ഒരു സംശയമില്ല. അല്ല, പാർട്ടി നയത്തിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ലോക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ പിന്തുണയോട് കൂടി ജയിച്ചു എന്നുള്ള കൗൺസിലർമാരുടെ ഒരു വിഭാഗം 2 വിഭാഗം എന്നുള്ള അർത്ഥം തന്നെ ഇല്ലേ. അങ്ങനെയൊന്നും ഇല്ലാന്ന് വെറുതെ അങ്ങനെയൊന്നുമില്ല. കൗൺസിലർമാരല്ല, പാർട്ടി തന്നെയാണ് ഏറ്റവും മേലെ. പക്ഷേ ഈ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. അഭിപ്രായങ്ങൾ പാർട്ടി ഘടകങ്ങൾക്കകത്ത് കൗൺസിലുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികമായി വ്യക്തി ഘടകത്തിനും ഉപരിഘടകത്തിനും വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറയാനും കേൾക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കാര്യമൊക്കെ ഈ പാർട്ടിക്കകത്തുണ്ട്. അതിനകത്ത് മറ്റു രീതിയിലേക്ക് അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ നഗരസഭാ കൗൺസിലുടെ തീരുമാനമാണ് തുകൽ കച്ചവടത്തിന് നമ്മുടെ പൊതുസ്ഥലം മാർക്കറ്റ് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത്. നേരത്തെ അതൊരു വലിയ വിവാദമായി. നഗരസഭാ ഉപാധ്യക്ഷ രാജ്യഭീഷണി മുഴക്കുന്നതിനടക്കം എത്തിയൊരു വിഷയമായിരുന്നു. ഇതിലടക്കം അഭിപ്രായമില്ലെന്ന് വന്നതാണ്. വീണ്ടും ആ വിഷയം വന്നു. അത് പ്രതിപക്ഷ വിയോജിപ്പോട് കൂടിയാണെങ്കിൽ പോലും അത് അംഗീകരിച്ചു. ഇപ്പോൾ അത് വീണ്ടും തീരുമാനമായി. എന്താണെന്ന് അതിനകത്ത് നേരത്തെ കൗൺസിലിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ശരി. ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ തീരുമാനിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും ആ തീരുമാനം നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ വൈസ് ചെയർമാൻ രാജിവെക്കലൊക്കെ തുടരും. എല്ലാ വർഷവും ഈ ആണ്ട് നേർച്ച എന്നൊക്കെ പറയുന്ന പോലെ ഇടക്കിടക്ക് അങ്ങനെ ചില ന്യൂസ് ഞങ്ങളത് മെയിൻ ചെയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല. കാരണം വൈസ് ചെയർമാൻ രാജിവെച്ചിട്ട് ഈ ഭരണസമിതി CPM LDF കയറി ഭരിക്കാമെന്നുള്ള അങ്ങനത്തെ ധാരണയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളത് മെയിൻ ചെയ്യാറില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം എന്നുള്ള നിലക്ക് അവർ തീരുമാനിക്കണം. ലീഗിനകത്ത് കുഴപ്പമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാനതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തുകൽ ഈ വ്യാപാരത്തിന് സ്ഥലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ കൗൺസിലിനകത്ത് അജണ്ട വന്നതാണ്. ആ അജണ്ട മാറ്റിവെച്ചതാണ്. സാധാരണഗതിയിൽ ആ അജണ്ട എന്ത് വേണം, മാറ്റിവെച്ച അജണ്ട അതിനായിട്ട് വീണ്ടും കൗൺസിൽ ചേർന്നിട്ട് വേണം ചർച്ച ചെയ്യാൻ. ഇതിനകത്ത് വന്നപ്പോൾ ഞങ്ങളത് പറഞ്ഞു. അതിൻ്റെ കൂടെ ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയല്ല. കോട്ടക്കൽ ഏറ്റവും പ്രധാനം. ഇപ്പം മാത്രമല്ല, അതിനകത്ത് ഇവർ പറയുന്ന പ്രദേശം അല്ലെങ്കിൽ മാർക്കറ്റിനകത്ത് കൊടുക്കാൻ സൗകര്യമുണ്ട് എന്ന് ഇവർ കണക്കാക്കുന്ന സ്ഥലം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പം നിലവിൽ തുകൽ വ്യാപാരം നടക്കുന്ന ഭാഗമാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പർപ്പസ് അനുസരിച്ച് വൺ വേ ആയി മാറുമ്പോൾ ബസ് ഇറങ്ങി വരുന്ന ഭാഗമായി മാറും. അപ്പോൾ 10 മീറ്റർ റോഡ് വേണം. റോഡ് കഴിഞ്ഞിട്ട് ആക്ട് അനുസരിച്ചുള്ള 3 മീറ്റർ വേറെയും വേണം. പിന്നെ ചാല് അല്ലെങ്കിൽ ആ ഡ്രെയിനേജ് അടക്കമുള്ള സംവിധാനത്തിനുള്ള സൗകര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ 13-14 മീറ്റർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറിപ്പോവും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നിലവിലുള്ള സാധനങ്ങൾ തന്നെ പലതും പോകേണ്ട സ്ഥിതിയിലേക്ക് വരും. പിന്നെ അവിടെ എങ്ങനെ കൊടുക്കാം? മാത്രമല്ല അങ്ങനെ കൊടുക്കാൻ കഴിയും, നിയമപരമായിട്ട് നിലനിൽക്കില്ലല്ലോ. അവിടെ ചെയ്യേണ്ടത് എന്താ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നഗരസഭ എന്ത് ചെയ്യണം? നഗരസഭ അതുമായി മതി ഇത്ര നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഇന്ന സ്ഥലത്ത് ഇത്ര സ്ക്വയർ ഫീറ്റ് ഭൂമി വ്യാപാര ആവശ്യത്തിന് ലേലം ചെയ്യാൻ വേണ്ടി വെക്കുന്നു. പത്രത്തിൽ പരസ്യം കൊടുക്കട്ടെ. അങ്ങനെ ആ ലേലം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തുക ആരാണോ കോട്ട് ചെയ്യുന്നത് അവരെടുക്കട്ടെ. അങ്ങനെ എടുത്താൽ ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. എന്താണ് താല്പര്യം? മുസ്ലിം ലീഗിൻ്റെ താല്പര്യം അവരുടെ ആളുകൾക്ക് നേരത്തെയുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെ നിൽക്കുന്ന ആളുകളെ സഹായിക്കാൻ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടാവും. ആ നിലപാട് ഞങ്ങൾ അംഗീകരിച്ചോളന്നില്ല, കോട്ടക്കൽ ജനത അംഗീകരിച്ചോളന്നില്ല. അത് ശരിയായ കാര്യമല്ല. ഇപ്പോൾ ഞാൻ കൗൺസിലിനകത്ത് തമാശ രൂപേണയാണെങ്കിലും ഞങ്ങൾ പറഞ്ഞത് ഒരു കാര്യം ചെയ്തോ, ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് സ്ഥലം തന്നോ
കുറച്ച് ആളുകൾ റെഡിയാണ്, ബിൽഡിംഗ് ഉണ്ടാക്കാൻ റെഡിയാണ്, നല്ല ജ്വല്ലറിയോ ഒരു മാലിന്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥാപനങ്ങൾ തുടങ്ങാലോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാമല്ലോ. വിഷയമാണ് ഇപ്പോൾ. എന്തായാലും ആ വിഷയത്തിനകത്ത് ഞങ്ങളതിനെതിരാണ്. ഭൂരിപക്ഷ അഭിപ്രായത്തിന് തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരു ശരിയായ നിയമപരമായി നിൽക്കുന്ന നിലപാടല്ല. അത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങൾ വരട്ടെ, അപ്പം നോക്കാം. അതുപോലെ തന്നെ ഒരു ജനകീയ വിഷയമാണ് ഇപ്പോൾ ഇന്ന് DYFI നടത്തിയ മാർച്ചിലടക്കമുള്ള ആവശ്യം തെരുവിളക്ക്. അതെന്താണ്? അല്ല, അതിൽ ഈ തെരുവിളക്ക് ഞാൻ ആദ്യം മുതൽ ഈ കൗൺസിലിനകത്ത് വ്യക്തിപരമായി പാർട്ടി നിലപാട് അല്ലെങ്കിൽ മറ്റത് എന്നതിനൊക്കെ അപ്പുറത്ത് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരുമുണ്ട്, അടുത്തൊരു വർഷം കൂടെ നിലവിൽ ചെയ്യുന്ന AMC നമ്മൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, LED മാറാൻ ആവശ്യമായ പേപ്പർ വർക്കുകൾ, കാര്യങ്ങൾ, സർക്കാർ അനുമതി, അതോടൊപ്പം തന്നെ കോട്ടക്കലിലെ ഏതാണ്ട് 4-5 സെക്ഷന് കീഴിലാണ് കോട്ടക്കലിലെ KSCB ലൈനുകൾ വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് അടക്കം വലിക്കാത്ത പ്രദേശങ്ങളുണ്ട്, അത് വലിക്കണം. പല സെക്ഷനിലുമാണുള്ളത്. ആ സെക്ഷനിലേക്ക് കത്ത് കൊടുത്ത് അതിൻ്റെ പൈസ അടച്ച് ആ രീതിയിലേക്ക് ഈ സ്റ്റേറ്റ്മെൻ്റൊക്കെ വലിച്ചു വരുമ്പോഴേക്കുള്ള കാലതാമസം ഉണ്ടാവും. ആ കാലതാമസം വരുന്നത് വരെ ഈ തെരുവിളക്ക് കെട്ടുകിടക്കുന്നത് നാട്ടിൽ ഒരു വാർഡ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാർഡൊന്നുമില്ല, 32 വാർഡിനും അത് പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് നിരന്തരമായി കൗൺസിലിനകത്ത് ഞാനും പറയാറുണ്ട്, ചില ലീഗിൻ്റെ കൗൺസിലർമാരും അതിനകത്ത്, ഞാൻ അതിന് പേരൊന്നും പറയുന്നില്ല, അവർക്കതിൻ്റെ പ്രയാസം ഉണ്ടാവും. അവരും കൗൺസിലിനകത്ത് അത് ഒന്നും കൂടെ ആലോചിച്ചുകൂടെ എന്നുള്ള രീതി. അപ്പോൾ ഇപ്പോൾ ശരിയാവും, നാളെ കിട്ടും, അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള രീതി. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് സാക്ഷനായി വന്നിട്ടില്ല എന്നാണ്. സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടിക്രമങ്ങളുണ്ടാവും. നഗരസഭയുടെ താല്പര്യത്തിന് മാത്രമായി നിയമം ഉണ്ടാവില്ലല്ലോ. പൊതു സാഹചര്യം എന്താണോ അതിനനുസരിച്ചുണ്ടാവും. എനർജി മാനേജ്മെൻറ്റ് പരിശോധിച്ചിട്ട് നിലവിൽ ചെയ്യുന്ന ഈ AMCയേക്കാൾ ലാഭമുണ്ടോ ഈ വരാൻ പോകുന്ന LED എന്നത് പരിശോധിക്കേണ്ടതുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനുള്ള സാവകാശം തേടാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണമായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ നിരന്തരമായി കൗൺസിലിനകത്ത് ഇത് പറഞ്ഞിട്ടും അതിനൊരു ആക്ഷൻ വരാത്തത് കൊണ്ട് കഴിഞ്ഞ മാസത്തിൽ ഞാനത് രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും അതിനകത്തൊരു നിലപാടും ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ കൗൺസിലിനകത്ത് ലീഗിൻ്റെ പല കൗൺസിലർമാരും പറഞ്ഞത് 6 മാസമെങ്കിലും നിലവിലുള്ള AMCക്ക് ടെൻഡർ ക്ഷണിക്കണമെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് 1 വർഷത്തേക്ക് നിലവിലുള്ള AMC പുതുക്കാനുള്ള സെൻറ്റർ നടത്തി ആ രീതിയിലേക്ക് പോകും. ആ 1 വർഷം അപ്പുറത്തെ സാധനം വരുമ്പോൾ അതിലേക്ക് 1 വർഷം നീട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൽ ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്താവും, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വലിക്കാനുള്ളതിൻ്റെ പണി നടക്കും. ഗവൺമെൻറ് സാങ്ഷൻ വളരെ കൃത്യമായി കാര്യങ്ങൾ കിട്ടും. ഏതാണോ നല്ലത് എന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. ഈ വർഷത്തെ പദ്ധതിയിൽ നടന്ന അടുത്ത വർഷത്തെ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ എന്താവും, ഇത് തീരുന്ന മുൻപ് തന്നെ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി വരും. അതാണ് അതിന് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എന്ത് വേണം, അത്രയും നേരത്തെ തുടങ്ങണമായിരുന്നു. നമ്മൾ ഈ AMC കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അതിലൊരു പാളിച്ച പറ്റിയത്, നേരത്തെ നമ്മൾ ഈ സാധനം എന്ത് വേണമായിരുന്നു ഗവൺമെൻറ്റിന് അയച്ച് ഞങ്ങൾക്ക് നിലവിലുള്ള CFL LED മാറാൻ ഇങ്ങനെ വിഷയങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് ഇത് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞൊരു 4-5 മാസം മുൻപേ നമ്മൾ ഈ പണി തുടങ്ങണമായിരുന്നു. അങ്ങനൊരു രീതിയിലല്ല പോയത്. ഇപ്പോഴും അത് സാങ്ഷനായി വന്നാലും ഗവൺമെൻറ് തീരുമാനം എടുത്തു കൊടുത്താലും ഇത് ലൈറ്റ് കത്തണമെങ്കിൽ ഇനിയും സമയമെടുക്കും എന്ന കാര്യത്തിൽ അതൊരു തർക്കം വേണ്ട. പല സെക്ഷനുകളിൽ നിന്നും ഇപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് വലിച്ച് ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങൾ തുടങ്ങിയിട്ടില്ല. അത് കോട്ടക്കലിലാകെ ഇരുട്ടിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാവും. ഇപ്പോൾ രാവിലെയൊക്കെ വലിയ പ്രയാസം. ഈ അമ്പലത്തിൽ പോകുന്ന ആളുകളുണ്ട്, മദ്രസ വിദ്യാർത്ഥികളുണ്ട്, രാത്രിയും രാവിലെയൊക്കെ ഉണ്ട്, തെരുവുനായ ശല്യമുണ്ട്, മാലിന്യം കൊണ്ടെന്ന് തട്ടിപ്പോകുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ കുറ്റിപ്പുറത്ത് കാവിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ കക്കൂസ് വേസ്റ്റ് കൊണ്ടുവന്നിട്ടത്. അതൊക്കെ ഒരു വെളിച്ചത്തിൻ്റെ അതിൻ്റെ മാത്രമല്ല അങ്ങനെ ഈ നടന്നു പോകുന്ന ആളുകൾക്ക്. അപ്പോൾ അത്രയൊക്കെ സൗകര്യമുണ്ടാകുന്നത് ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് നടക്കും. അപ്പോൾ ചെയ്യേണ്ടത് അടിയന്തരമായി നിലവിലുള്ള എത്ര 6 മാസത്തേക്ക് കൊടുത്താൽ പറ്റുമോ? ഇനി 6 മാസത്തേക്ക് കൊടുത്താൽ അത് നഷ്ടമാണ്. അവർ ആ രീതിയിലേക്ക് 1 വർഷത്തേക്ക് കൊടുക്കാം. നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ട് LED പോകുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനമാവുമല്ലോ. ആ രീതിയിലേക്കാണ് അതിനെ കാണേണ്ടത്. ഞങ്ങളിപ്പോഴും പറയുന്നത് അടിയന്തരമായി സ്ട്രീറ്റ് ലൈൻ ഇപ്പോൾ നിലവിലുള്ള സാധനം കത്തിക്കണം. അതല്ലെങ്കിൽ ഇന്ന ഡേറ്റിനകത്ത് ഇത് കത്തുമെന്ന് പറയാൻ ചെയർമാന് സാധിക്കണം. DYFI സ്വാഭാവികമായും സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഈ വിഷയങ്ങൾ ഇപ്പോൾ ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയർമാൻ ഇങ്ങനെ അടുത്ത മാസം കിട്ടും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ശരിയാവും എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി അവരത് ചെയ്യാൻ കുറേ വൈകി എന്നുള്ളത് സത്യം. പക്ഷേ ഇന്നലെ ആ രീതിയിൽ തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു സൂചന അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലേക്ക് അവർ നടത്തി. ഇനി കോട്ടക്കൽ ആ രീതിയിലേക്ക് വരുന്നില്ലെങ്കിൽ പൊതുപ്രസ്ഥാനമടക്കം അത് ഏറ്റെടുത്ത് പോകേണ്ടതായിട്ട് വരും. ഈ സാങ്ഷൻ കിട്ടുന്ന മുറക്ക ഞാൻ സൂചിപ്പിച്ചത്
ഇതിനകത്ത് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഈ സാങ്ഷൻ കിട്ടിയാലും നമുക്ക് സ്ട്രീറ്റ് മെയിനൊക്കെ വലിച്ച് ലൈറ്റ് കത്തണമെങ്കിലുള്ള കാലതാമസം വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നേരത്തെ ഇതിപ്പോൾ 6 മാസമായി, അന്നേ ഞാൻ പറയുന്നുണ്ട് ഇത് 1 വർഷത്തിനൂടെ കൊടുക്കണം. അതിനകത്ത് തർക്കം വേറെ ഉണ്ട്. അതിനകത്ത് തർക്കം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ തർക്കം എന്ന് പറയുന്നത് അത് 10 വർഷത്തേക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഗവൺമെൻറ് ഇത് പരിശോധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എനർജി മാനേജ്മെൻറ്റ് നിലവിലുള്ള സാധനം ചെയ്യുന്നതിനേക്കാൾ ലാഭകരമാണോ എന്ന് പരിശോധിക്കുന്നത് എന്നാണ്. അങ്ങനെ പരിശോധിച്ച് ഗവൺമെൻറ്റിന് അയച്ച് ഗവൺമെൻറ് സാങ്ഷനാക്കി തരാനുള്ള സ്വാഭാവിക സമയം അതിനകത്തെടുക്കും. അത് നമ്മുടെ നഗരസഭയുടെ വീഴ്ചയാണ്. കാരണം നമ്മൾ നേരത്തെ കൊടുക്കണമായിരുന്നു, നമ്മൾ കൊടുത്തിട്ടില്ല. അത് കാര്യനിരവധി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് LED ആക്കില്ലേ എന്നുള്ള രീതിയിലേക്ക് പോയത് അതിൻ്റെ ഇതുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് നിലവിലുണ്ടായിരുന്ന സാധനം കത്തിക്കാൻ ആവശ്യമായ ഇനിയിപ്പോൾ 3 മാസവും അങ്ങനെ പറ്റുമോ എന്ന് ആലോചിക്കാം. അതല്ല, ആ ഒരു കൊല്ലത്തിൽ കുറച്ച് ആരും എടുക്കുന്നില്ല, 1 കൊല്ലത്തേക്ക് വെക്കാം. 1 കൊല്ലം കഴിഞ്ഞിട്ട് മറ്റത് ചാലുവായാൽ മതി. അതുവരെ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ റെഡി ആകുമല്ലോ, ഫിറ്റിങ് അത് മറ്റേ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിനകത്ത് കോട്ടക്കലിൽ പിന്നെ പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. കോട്ടക്കലിലെ എല്ലാ തെരുവുകൾക്കും ഇപ്പോൾ എൻ്റെ വാർഡിലൂടെ പോകുന്ന ആൾ അപ്പുറത്തെ വാർഡ് ലീഗിൻ്റെ ആണ് എന്നുള്ളത് കൊണ്ട് അതിലൂടെ പോവില്ല എന്ന് പറയാൻ കഴിയില്ല, അവിടെ വെളിച്ചം വേണ്ട എന്ന് പറയാൻ കഴിയില്ല. അപ്പം 32 വാർഡിനും ഈ പ്രയാസമുണ്ട്. അതൊരു അടിയന്തര അനിവാര്യ ചുമതലയാണ് എന്നുള്ളത് മറക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നഗരസഭയോട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ നഗരസഭ പ്രതിപക്ഷ നേതൃനിരയെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പ്രതിപക്ഷ നയ സമീപനങ്ങൾ വിശദീകരിക്കാൻ സമയം കണ്ടെത്തിയിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്കളുടെയും താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെയും പ്രതിപക്ഷ നേതൃനിരയുടെ എല്ലാ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു.